ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൂനമാവിലേക്കാണ് കേട്ടോ പോണത്. അവിടെ രണ്ട് വീട്ടിൽ പരിപാടി ഉണ്ട്. രണ്ട് വീട്ടിലും ആദ്യ കുർബാന സ്വീകരണമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് ബാങ്കിൽ കയറേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ അമ്മച്ചി ഉണ്ട് കേട്ടോ, അതായത് എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്. അതാണിപ്പോൾ ഈ കാണുന്നത്. അന്നമോൾക്ക് വീശിയൊക്കെ കൊടുക്കണ്ടേ, നല്ല ചൂടായിരുന്നേ. പപ്പ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ പപ്പ ബാങ്കിലെ പരിപാടിയൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വരണുണ്ട് കേട്ടോ. ഇത് കണ്ട എൻ്റെ നാട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ നാടിനെയാണോ നിങ്ങൾ വെറുതെ ലൈവിലൊക്കെ വന്നിട്ട് കുറ്റപ്പെടുത്തുന്നത്? എന്ത് പച്ചപ്പാന്ന് നോക്കി, എന്ത് മനോഹരമായ സ്ഥലം. ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടാവോ? ഇപ്പൊ ഈ കാണുന്ന കേട്ടോ നമ്മുടെ കോതായി തോട്. അന്നമോളാണെങ്കിൽ വണ്ടി കയറിയപ്പോൾ തൊട്ട് ഡാൻസ് കളി, പാട്ട്, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇവർക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെയാണ്. ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനൊക്കെ. മോച്ചു ആണെങ്കിൽ തല്ലുണ്ടാക്കി എൻ്റെ കൂടെ ഫ്രണ്ടിൽ വന്നിരുന്നതാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവന് ഉറക്കം വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് നീ മടി കിടന്നോന്ന് പറഞ്ഞു. ബാക്കിൽ പോയിരുന്നോ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ചെറുക്കൻ കേട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളിവിടെ കിടന്ന് കുറച്ച് വട്ടം കറങ്ങി, എന്നാലും കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വീട്ടിലല്ല നടക്കുന്നത്, ഇതൊരു ഹോളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് വട്ടം കറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന കുഞ്ഞ്. പിന്നെ ഇത് ഈ അന്നമോളുടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നതാണ്. അപ്പോഴേക്കും അന്നമോൾ ഡാൻസും പാട്ടൊക്കെ തുടങ്ങി. അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് ദേ കണ്ട എൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അത് ഏറ്റവും ഇളയ ആങ്ങളെയാണ് ഇത്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ കയറി ഇരുന്നിട്ടുണ്ട് മോച്ചുവിന് കൊടുക്കാൻ വേണ്ടി. അമ്മയാണെങ്കിൽ അന്നമോളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അമ്മയുടെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ അമ്മയും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. മോച്ചു അന്നാമ്മയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ നന്നായിട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പതിയെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വീട്ടിലേക്ക് പോകണം. അവിടുത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ 7 മണിക്കാണ് കേട്ടോ വെച്ചേക്കണത്. പക്ഷെ നമുക്ക് അത്ര നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അമ്മയുടെ അമ്മയാണ് ഈ കാണുന്നത്. അമ്മച്ചിയുടെ അനീത്തിയുടെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോണത്. അനീത്തിയുടെ മോൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ് കേട്ടോ. പേപ്പനും മേമ്മയ്ക്ക് ഈ വീട്ടിലേക്ക് മാറിയ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇതിവർ മേടിച്ച വീടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വീടൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ചുറ്റിക്കറങ്ങി വീട് മൊത്തം കാണാമായിരുന്നു. അപ്പോൾ പേപ്പൻ പറഞ്ഞു, ദേ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നീ കണ്ടോളാൻ പറഞ്ഞ് എനിക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ പ്രാർത്ഥന, ഈ ഇതൊക്കെ വെച്ചേക്കുന്ന സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറേ നേരം പേപ്പനായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നാമി അതൊക്കെയാണ് കേട്ടോ ശ്രദ്ധിക്കണേ. പിന്നെ മുകളിലേക്ക് ചെന്നപ്പോൾ ദേ അവിടെ ഇങ്ങനെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ചു കേട്ടോ. അന്നമോൾക്കും മോച്ചുവിനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് ഇത് വാങ്ങിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഇത് കുറേ ഉണ്ടായിരുന്നതാ. പിന്നെ പാമ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ദേ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടേ. ചൂടെന്ന് പറയാനല്ല, നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കാറ്റൊക്കെ വീശുണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അച്ചാച്ചൻ്റെ റൂമിൽ കയറി കുറേ നേരം AC ഒക്കെ ഇട്ട് നന്നായിട്ട് കിടന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ചൂടായിരുന്നു കേട്ടോ. അതിപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അന്നാമ്മയ്ക്ക് AC കിടന്ന കുഴപ്പമാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ AC റൂമിൽ കിടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യത്തിന് അതിജീവിക്കണത്. അപ്പോൾ അവൾ അതൊക്കെ ശീലിപ്പിച്ചെടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയും ഞാനും അന്നമോളും മോച്ചും ഒക്കെ കൂടി ഇതേ കിടക്കണുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ദേ സൺസ്ക്രീനൊക്കെ വീണ്ടും ഒന്ന് ഇട്ട് പൂശിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിബാമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോവാണല്ലോ. അപ്പോൾ കിളികളോടൊക്കെ ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഈ സൂര്യൻ എന്നെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നേ സൂര്യപ്രകാശത്തിൽ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ദേ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ചായയൊക്കെ കുടിച്ച് പതുക്കെ പോവുള്ളൂ. എന്നാലും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി അവിടെ അങ്ങനെ വായും പൊളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നമോൾക്കാണെങ്കിൽ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അവിടെ പോയി കളിക്കാനും പേടി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ കല്ലിട്ടേക്കണണ്ട പല കളറിൽ. ഈ കല്ല് ജെംസ് മിഠായി എന്നാണ് പുള്ളിക്കാരത്തി വിചാരിച്ചത്. അത് കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ.
അതിന് എന്നോട് പിണങ്ങിപ്പോയി നിൽക്കണ നിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഒന്ന് ചിരിക്കടി എന്ന് പറഞ്ഞിട്ട് പോലും ചിരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഓടിച്ചാടി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാര്യം മാത്രം പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ചായയൊക്കെ മേമ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അന്നാമ്മയാണെങ്കിൽ ഇതേ അവിടെ കയറി ഇരുന്ന് ചായ കുടി, പിന്നെന്താ അച്ചപ്പം കഴിക്കലൊക്കെയാണ് കേട്ടോ. ഒരു 3:45 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകിയേ നമ്മൾ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. പിന്നെ മോച്ചു ആണെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ പറയണ്ട, അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. അന്നമോളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കൂ, നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ അങ്കമാലിൽ എത്തിയിട്ടോ. എനിക്ക് എവിടെ പോയിട്ട് വരുമ്പോഴും അങ്കമാലിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നാടെത്തിയതിൻ്റെതായ ഒരു സന്തോഷമായിരിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ അങ്കമാലിയിലെ സ്റ്റുഡിയോ. കാണാത്തവരൊക്കെ കണ്ടോളിൻ, ഇതാണ് അങ്കമാലി സ്റ്റുഡിയോ. അങ്ങനെ നമ്മൾ മഞ്ഞപ്പുറം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കടയിൽ നിന്ന് ലഡ്ഡു വാങ്ങിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പോയി ലഡ്ഡു ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോതായത്തോടൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായി സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.